വിഷം ഉള്ളിൽ ചെന്ന് വയനാട് DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും മരിച്ച സംഭവത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ മുന നീളുക DCC ഭാരവാഹികളിലേക്ക് തന്നെയാണെന്നാണ് സൂചന. ഒപ്പം ഒരു കോൺഗ്രസ് MLA ഉണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി DYSP K അബ്ദുൾ ഷരീഫിനാണ് അന്വേഷണ ചുമതല. 7 അംഗ സംഘം കേസ് അന്വേഷിക്കും. NM വിജയൻ മരിക്കാനുണ്ടായ കാരണം, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ, കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇതേക്കുറിച്ചെല്ലാം അന്വേഷണം നടക്കും. ഇതിനകം തന്നെ നിരവധി പേരുടെ മൊഴികൾ അന്വേഷണ സംഘം എടുത്തതായാണ് വിവരം. വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്നു NM വിജയൻ. ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ നിരവധി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അച്ഛനും മകനും ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ വയനാട് ജില്ലയിലെ സഹകരണ നിയമന തട്ടിപ്പാണെന്ന വ്യക്തമായ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മരണത്തിന് പിന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണെന്നും IC ബാലകൃഷ്ണൻ MLAയുടെ പേരടക്കം ഉയർന്നു വരികയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണം ഏർപ്പെടുത്തിയത്. ആരോപണങ്ങൾ IC ബാലകൃഷ്ണൻ MLA നിഷേധിച്ചിട്ടുണ്ടെങ്കിലും തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇദ്ദേഹം കത്ത് നൽകി. വയനാട് അർബൻ സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് വിജയനും മകനും ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചനകൾ. ബാങ്കിലെ വിവിധ തസ്തികകൾക്കുള്ള നിയമനത്തിനായി നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും മുൻകൂർ പണം വാങ്ങിയിരുന്നത്രേ. പണം വാങ്ങിയ DCC ഭാരവാഹികൾ പണം തിരികെ നൽകിയതുമില്ല, ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകിയതുമില്ല. DCC ട്രഷറായിരുന്ന വിജയന്റെ ഇടനിലയിലാണ് ജില്ലാ നേതാക്കൾ പണം വാങ്ങിയത്. ഇതോടെയാണ് വിഷയത്തിൽ ഇടപെടണമെന്നും ജോലി നൽകിയില്ലെങ്കിൽ വാങ്ങിയ പണം തിരിച്ചു നൽകണം എന്നും ആവശ്യപ്പെട്ട് IC ബാലകൃഷ്ണൻ MLAയുടെ പേരടക്കം ചൂണ്ടിക്കാട്ടി വിജയൻ KPCC പ്രസിഡന്റ് K സുധാകരന് പരാതി നൽകിയത്. അതിലും നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആത്മഹത്യ എന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇതിനിടെ MN വിജയന്റെ മകന്റെയും ആത്മഹത്യയിൽ കുടുംബം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. കോൺഗ്രസ് പരമുള്ള സഹകരണ ബാങ്കുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പലരും വിജയന് പണം നൽകി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് കുടുംബം നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. MN വിജയനും വയനാട് സ്വദേശിയായ ഒരു അധ്യാപകനും തമ്മിലുള്ള ഉടമ്പടി രേഖ പുറത്തു വന്നതോടെയാണ് കുടുംബത്തിന്റെ ഈ നീക്കം. കോൺഗ്രസ് ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലോ പൂതാടി മടക്കമില്ല എന്നിവിടങ്ങളിലെ സർവീസ് ബാങ്കുകളിലോ ആദ്യം വരുന്ന ഒഴിവിൽ ഒന്നാം കക്ഷിയുടെ മകനെയോ മറ്റു കുടുംബാംഗങ്ങളെയോ നിയമിക്കാമെന്നാണ് ഉടമ്പടിയിൽ പറയുന്നത്. IC ബാലകൃഷ്ണൻ MLAയുടെ നിർദ്ദേശപ്രകാരം 30 ലക്ഷം രൂപ ഈ അധ്യാപകനിൽ നിന്നും NM വിജയൻ കൈപ്പറ്റിയതായാണ് ഉടമ്പടിയിൽ പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ നിയമനം ലഭിക്കുന്നില്ലെങ്കിൽ രണ്ടാം കക്ഷിയായ NM വിജയൻ വഴി IC ബാലകൃഷ്ണൻ ഒന്നാം കക്ഷിക്ക് പണം മടക്കി നൽകണം എന്നതാണ് വ്യവസ്ഥ. ഇതിന് 7% പലിശ ഈടാക്കണമെന്നും ഉടമ്പടിയിൽ വ്യക്തമാക്കിയിരുന്നു. 2019 ഒക്ടോബർ 9 ഈ ഉടമ്പടി ഉണ്ടാക്കിയത്. ഇതിനുശേഷം ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയായ NM വിജയനും തമ്മിൽ കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു. 30 ലക്ഷം രൂപ നൽകിയിട്ടും ഒന്നാം കക്ഷിയുടെ മകന് 3 ബാങ്കുകളിലും ജോലി ലഭിച്ചില്ല. ഇതിനു പുറമെ വാഗ്ദാനം ചെയ്ത് വാങ്ങിയ 30 ലക്ഷം രൂപയും IC ബാലകൃഷ്ണൻ MLA തിരിച്ചു നൽകിയില്ല എന്നാണ് ആരോപണം. കരാറിന്റെ യഥാർത്ഥ കോപ്പി ഒന്നാം സാക്ഷി മാത്രം കയ്യിൽ വച്ചാൽ മതിയെന്ന് കരാറിലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉടമ്പടിയുടെ യഥാർത്ഥ കോപ്പി ഒന്നാം സാക്ഷിയായ അധ്യാപകൻ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖ പോലീസ് ഏറ്റുവാങ്ങും. ചൊവ്വാഴ്ചയാണ് NM വിജയനും മകനെയും വിഷം കഴിച്ച നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം വൈകിട്ട് രണ്ടുപേരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതും.